ഹായ് ഗായ്സ്, ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് പാലക്കാട് ഫോർട്ട്. അവിടെ ഒരു പാർക്കിലാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നതാണ് ഇവിടെ. നമുക്ക് പാർക്കിലെ കാര്യങ്ങളൊക്കെ നോക്കാം. ജൂൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നോക്കി എടുക്കുകയാണ്. വണ്ടി കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടിയെ കയറ്റി ഞങ്ങൾ ഫുൾ ഇന്ന് പാർക്കിലും പോയി, അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലോട്ടും പോവുകയാണ്. നോക്കാനാണോ? എടാ തല നേരെ വെക്ക്, ചാരിയില്ലേ? ശോഭാമ്മനെ നോക്ക്, ശോഭാമ്മ വീഡിയോ എടുക്കണം. ഹായ് ഗായ്സ്, ഇവിടെ ദേവാജു ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കി എടുത്ത് കണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പിള്ളേരൊക്കെ സൈക്കിൾ ചവിട്ടുന്ന കണ്ടിട്ട് ആശാന് സൈക്കിൾ വേണമെന്ന് പറഞ്ഞു, പക്ഷെ പറ്റുന്നില്ല. പിന്നെ മുച്ചാടയിലാണ് ആശാൻ. നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുമല്ലോ, ആ ഒരു സൈക്കിളും കൊണ്ട് ചവിട്ടി ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കുകയാണ്. ഓരോന്നും സെലക്റ്റീവായിട്ട് എടുത്താണ് കുഞ്ഞ് ചെയ്യുന്നത്. വേണ്ട വരുന്നുണ്ട്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം ആ ബ്ലാക്ക് കളറുള്ള സൈക്കിളായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൂ കൊണ്ടിട്ടപ്പം ബ്ലൂവേ കയറി, അത് കഴിഞ്ഞിട്ട് പിന്നെ പിങ്ക് വന്നപ്പം പിങ്കേ കയറിപ്പോയി. ആ വീഡിയോ ഞാൻ എടുത്തില്ല. ഇവിടെ പാർക്കിൽ ഒരുപാട് നമുക്ക് കളിക്കാനുണ്ട് കുട്ടികൾക്കായിട്ടുള്ളത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം കുഞ്ഞിന് ഇഷ്ടമുള്ളതൊക്കെ കയറി എടുക്കാനും ഒക്കെ പറ്റും. നമ്മുടെ ഇതനുസരിച്ച് നല്ല രീതിയിൽ കുട്ടികളെ ഒന്ന് ഈവനിങ് ഒരിതിനെ വിടുന്നത് നല്ലതാണ്. ഇന്നത്തെ കാലത്തെ അവിടുത്തെ ഒരു പ്രകൃതി തന്നെ കാട്ടില്ല, എന്ത് രസമാണ് അവിടുത്തെ. പാർക്കിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കടയിൽ കയറിയപ്പോൾ അവന് ഞണ്ട് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ചാടി മറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ചുമയൊക്കെ വന്ന് പുള്ളിക്ക് കാണിക്കുന്നത് കണ്ടില്ലേ. ഇങ്ങനെ ഓരോന്നും വെച്ച് ഇങ്ങനെ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറയാനാ, ദേവാജുവിൻ്റെ ചില സമയത്തുള്ള പരിപാടി കണ്ടാൽ നമുക്കതിന് ചിരി വരും. അവന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു മലമ്പുഴ ഡാമിൽ പോകണമെന്ന്, പക്ഷെ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യയിലും അവനെ കൊണ്ടുപോകണം. ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വരാൻ പോവുകയാണ്. അപ്പം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. പാക്കിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡ്രസ്സെല്ലാം മാറി ദേവാജു എല്ലാം റെഡിയായി, കുഞ്ഞാവയും റെഡിയായി. ഇനി എല്ലാം ഒന്നും കൂടെ എടുത്തോ ഇല്ലയോ എന്നൊന്ന് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹെയർ സെറ്റ് ചെയ്യുന്നു. പിന്നെ 4 മണിക്കാണ് ട്രെയിന്. ഇവിടുന്ന് കുറച്ച് മണിക്കൂറത്തെ യാത്രയുണ്ട്. ആ സമയം കൊണ്ട് എവിടെയെങ്കിലും കയറാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് കയറുക, ദേവാജുവിനെ കാണിക്കുക, എന്നിട്ട് പിന്നെ ഇങ്ങനെ പോരുക. ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. ഇവനെ പാമ്പർ വേണം, പിന്നെ അതുപോലെ ദേവാജുവിന് 2 മുട്ടായി. അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പാലക്കാട് തന്നെയാണ്. ഇവിടെ കാറിലാണ് ദണ്ട വണ്ടിയൊക്കെ പോകുന്നത് കാണാം. ഇങ്ങോട്ട് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, പുറകിലോട്ട് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ മല കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവൻ കയ്യിലിരുന്ന് ഇരിക്കുക, അപ്പോൾ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനും അമ്മയും കുഞ്ഞുമാവയും മാത്രമേ ഉള്ളൂ പുറകിലത്തെ സീറ്റിൽ. അച്ഛനും ദേവാർജുനും ഫ്രണ്ടിലാണ്. അവർ രണ്ടിനും ഫ്രണ്ടിൽ കയറി. അങ്കിളാണ് കാർ ഓടിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഏകദേശം അവിടെ റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ഇപ്പം എൻട്രൻസ് ഞാൻ കാണിക്കാം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ് ഇത്.
ബസ് ഒന്ന് പോട്ടെ 1 മിനിറ്റ്. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ്. നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് ബോഗിയുടെ എൻജിൻ്റെ ഡിസൈനാണ് ഒറിജിനലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ ട്രെയിനിലോട്ട് കയറാൻ. ഞങ്ങളപ്പോൾ ട്രെയിനിൽ കയറി ഇവിടെ വന്നു. ഞങ്ങളുടെ നല്ല തൊട്ടടുത്ത് തന്നെയാണ് സീറ്റ്. അപ്പം എന്താ പറയുക, കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നു. ഒത്തിരി സങ്കടമുണ്ട്. എന്താ പറയണ്ടേ, തിരിച്ചു പോകുമ്പോഴുള്ള ആ ഒരു ഇത്. ഇനിയൊരു ദിവസം വരണം ഇതുവരെ. ബാക്കി വീഡിയോസൊക്കെ നമുക്ക് ചെയ്യണം. മലമ്പുഴ ഡാമിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ദേവാജു. പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയില്ല. മഴയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. വണ്ടി സ്റ്റാർട്ടായി എടുത്തു കഴിഞ്ഞു. ആദ്യം പതിയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇവിടെ ഞാൻ ഈ കാണിക്കുന്നത് മെയിനായിട്ടുള്ള മലകളാണ് കാണിക്കുന്നത്. മെയിനായിട്ട് അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഞാനതങ്ങ് വീഡിയോ ആക്കി ഇട്ടുന്നേ ഉള്ളൂ. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുമുണ്ട് ഇത് തന്നെ. അപ്പം ഇത് ഞാൻ പകുതിക്ക് വെച്ച് കട്ടാക്കും. ഞങ്ങൾ കുറച്ച് ദിവസമായി തന്നെ തിരിച്ചു വരണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ദേവാജു പറയുന്നത്, അമ്മ എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു, നമുക്കിവിടെ പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. പിന്നെ ഇവിടുത്തെ മലകളും കാര്യങ്ങളൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. അവൻ്റെ ലൈഫിൽ അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ലോങ് ട്രാവൽ നടത്തുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം 2 പേർക്കും ഉണ്ടായിരുന്നു. അച്ഛനാണേലും അമ്മയ്ക്കാണേലും ഒത്തിരി സന്തോഷമായിരുന്നു. എനിക്കതിലേറെ സന്തോഷമാണ്. പാലക്കാടെന്ന് പറയുന്നത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ, നല്ല രസമല്ലേ അവിടുത്തെ ഓരോ കാര്യങ്ങളെ കാണാൻ. അപ്പോൾ അതിലെ ഓരോ കാര്യങ്ങളെ കണ്ടു പോകാനായിരുന്നു. ഈ ഭാഗം വന്നപ്പം ദേവാജുവിൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു. അവൻ്റെ ആ ഒരു ഇത് കാണാൻ തന്നെ നല്ല ഒരു ഇതായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാവ ഉണന്നു ഇങ്ങനെ കിടക്കുകയാണ്. ഇടയ്ക്ക് വെയിൽ തട്ടുന്നുണ്ട്, അത് അമ്മ ഇങ്ങനെ ഇടയ്ക്ക് മറയ്ക്കുന്നുണ്ട്. എന്നാൽ പോലും ആശാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇതിപ്പോൾ എവിടാ ഞാൻ എന്ന രീതിയിലാണ് ആശാൻ്റെ ഇരിപ്പ്. പിന്നെ ഞങ്ങൾ വന്ന് ഇപ്പം എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഭാഗമാണ്. ആ ഭാഗത്ത് ഉള്ള സൈഡ്, ആ വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ചൊന്ന് ലാഗായിപ്പോയി പെട്ടെന്ന് എടുക്കേണ്ടി വന്നപ്പം. ഇവിടെ വന്നിട്ട് നമ്മുടെ ഭാരതപ്പുഴയാണ് ഇത് മെയിനായിട്ട്. ഞാൻ കുറച്ചൊന്ന് സ്ലോയിലാണ് ഈ സമയത്ത് പോകുന്നത്. അപ്പം സൺസെറ്റും കൂടെ കാണാൻ നല്ല രസമാണ്. ദേവാജു അവിടെ കിടന്ന് ചാട്ടമായിരുന്നു, അതും കൂടെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിച്ചില്ല. അമ്മ ഓൾറെഡി അച്ഛനും നോക്കുന്നുണ്ട്. എങ്കിൽ പോലും തൊട്ട് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ അവരൊക്കെ അവൻ്റെ ഇത് കണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇനി അടുത്താറായി തന്നെ ഏകദേശം എന്താ പറയുക, സ്റ്റെപ്പും കൂടെ ഉള്ളു. പിന്നെ പറഞ്ഞ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം സ്റ്റേഷനിലാണ്. ഇനി ഇവിടെ ട്രെയിൻ പിടിച്ചെടുവോ ഇല്ലയോന്ന് അറിയത്തില്ല, നോക്കണം. ഇത്രയും നേരത്തെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല സ്പീഡിലായിരുന്നു വണ്ടി. അതുപോലെ തന്നെ ചെറിയൊരു വ്ലോഗ് പോലെ ചെയ്യാൻ എന്തായാലും പറ്റി. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പാലക്കാട്ട് നമുക്ക് പോകണം. അന്നേരം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുക്കണം. ഇതിപ്പം നമ്മൾ തൃപ്പൂണിത്തുറയിലാണ്. അപ്പം മെട്രോ പോകുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ആ ഒരു എൻട്രൻസും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ദേവാജുവിനെ മെട്രോ പോകുന്നത് കാണിക്കാൻ പറ്റി. അപ്പം കുറച്ച് സൂം ചെയ്തെടുത്തതാണ്. അപ്പം ഞാൻ മാക്സിമം നോക്കി, പക്ഷെ എന്നാലും ട്രെയിൻ അവിടെ നിന്ന് എടുത്തില്ല. അങ്ങനെ ഒരു ഇത് പറ്റിയല്ലാതെ വലിയ ഇതായിട്ടൊന്നും ഇല്ല. നല്ല ഒരു ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സ്റ്റേറ്റ് നമ്മുടെ കേരളം, നമ്മുടെ കുഞ്ഞു കേരളം നല്ലപോലെ ഡെവലപ്പായിക്കൊണ്ടേയിരിക്കുന്നു ഓരോ തരത്തിലും. പിന്നെ എന്താ പറയുക, ഇനി ഇപ്പം ഇങ്ങനെ ഓരോ സ്റ്റെപ്പും നോക്കി ഇരിക്കുകയാണ്. അതിപ്പോൾ ഏകദേശം കോട്ടയം എടുക്കാറായി. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി. എങ്കിൽ പോലും ഓട്ടോയും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. ദേവാജു ആദ്യമായിട്ടാണ് നൈറ്റ് ടൈമിൽ ഇതുപോലെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആചാരം ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് എവിടെ പോവുക, ഇങ്ങനെ എന്താണെന്നൊന്നും
നാണത്തക്കേടും കാണിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നത്. ദേവാജുവിന് ഇത് കിട്ടിയപ്പം മുതൽക്ക് ഇതിലാണ് നടക്കുന്നത്, ഇതും കൊണ്ടാണ് നടക്കുന്നത്. കാർ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാണ്. ആ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റുമാനൂർ കഴിഞ്ഞിട്ടല്ലേ കോട്ടയം? ഞാൻ പറഞ്ഞില്ല